ഹായ്, ഇത് നമ്മൾ തൃശ്ശൂർ തോമസ് ഏട്ടനും കുടുംബത്തിനും വേണ്ടിയിട്ട് ചെയ്യുന്ന വീടാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നല്ല കട്ടയ്ക്ക് മഴ പെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. മഴ കാരണം കൊണ്ട് തന്നെ എംസാൻഡ് മെറ്റലൊന്നും മുകളിലേക്ക് കയറിയില്ല. നമ്മൾ വേനൽക്കാലത്ത് ഇത് വന്ന് ബുക്ക് ചെയ്യണ സമയത്ത് നല്ല റോഡായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ അടിച്ചിട്ടതോട്ടില്ലേനി. ഇപ്പോൾ ഈ ഒരു വഴി കൂടി മുകളിലേക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വണ്ടി കയറണില്ല. നമ്മൾ കോറി വേസ്റ്റ് കുറച്ചൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇന്നൊരു ലോഡും കൂടി വന്നിട്ടുണ്ട്. ഇനി ആ വേസ്റ്റും പാടെ വെച്ചിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി മാക്സിമം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്ക് കുറച്ചും കൂടി ഒരു ഈസി ആവും. കാരണം ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, സിമെൻറ്റ് എല്ലാ കാര്യങ്ങളും പകുതി വഴിയിൽ നിന്ന് ഏറ്റി കൊടുത്തിട്ട് വേണം ചെയ്യാൻ. ബാക്കിയുള്ളതൊക്കെ ഒരുപാട് ദൂരത്ത് നിന്ന് ഏറ്റി കൊണ്ടുവരണം. കാരണം 68 സെൻറ്റ് സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് വാളിൽ താഴത്ത് വരെയുള്ളൂ നമുക്ക്, എൻ്റെ വണ്ടി നിൽക്കണം അതുവരെയുള്ളൂ ഇപ്പോൾ വണ്ടി വരിക. ഇത് നമ്മൾ ഫസ്റ്റ് പോയപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് സൈറ്റ് ഉണ്ടായിരുന്നത്. നല്ല ഉറച്ച മണ്ണായിരുന്നു. സുഖമായിട്ട് ബാക്കിലേക്ക് വണ്ടിയെല്ലാം പോയായിരുന്നു. കണ്ടോ, ഇതായിരുന്നു എൻ്റെ പ്ലാൻ. ഇതിലങ്ങനെ കൊണ്ടുപോയിട്ട് ബാക്കിൽ തട്ടാന്നൊക്കെ ആയിരുന്നു പ്ലാന്. അപ്പോൾ തോമസ് ഏട്ടൻ തട്ടി അവിടെ ഉണ്ടായിരുന്ന മണ്ണൊന്ന് ലെവൽ ചെയ്യുക ഒരു JCB വിളിച്ചതാണ്. ആ JCB മഹാന്തി ഇളക്കി. ഇപ്പം മഴയും കൂടിയും പെയ്തപ്പോൾ അവിടെ ആകെ പാടം പോലെയായി. വണ്ടി കടന്ന് കറങ്ങുക എന്നല്ലാണ്ട് ഒരു വണ്ടിയും കയറില്ല. ഈ കോർണറിലേക്ക് കുറച്ച് മണ്ണടിച്ചതാണ് ഇപ്പോൾ പ്രശ്നമായത്. അപ്പോൾ ഇത് നമ്മൾ ജൂൺ 29-നാണ് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ റീൽസ് ഇട്ടപ്പോൾ നമ്മൾ ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്യണതിൻ്റെ ഇടയിലാവുകൊണ്ടേ നമുക്കത് മാറിപ്പോയതാട്ടോ. പക്ഷെ നമ്മളെ ഡേറ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാലും ഇത് സ്ഥിരം കാണുന്ന ആൾക്കാർ അതാത് സമയത്ത് തന്നെ അത് തിരുത്തുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോസിന് നല്ല കമൻറ്റ് ഇടാറുണ്ട്. ഞാനൊക്കെ വായിക്കലുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊന്നും എല്ലാ സമയത്തൊന്നും റിപ്ലൈയിൽ തരാൻ പറ്റാറില്ല. അതുകൊണ്ടാട്ടോ. അല്ലാണ്ട് നിങ്ങൾ വായിക്കുന്ന കമൻസൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിയതൊക്കെ ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ട് നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്നും. കാരണം നല്ല കമൻറ്റിനൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവാറുണ്ട്. കാരണം നെഗറ്റീവ് പറയാൻ ആരെയും കൊണ്ടും പറ്റും. പക്ഷേ ഒരാളെ കുറിച്ചിട്ട് നല്ലത് പറയാൻ ഈസിയാണ്. പക്ഷേ 4 വരി എഴുതുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ അത് അവർ ഇരുന്ന് എഴുതാനുള്ള സമയം കണ്ടെത്താൻ ആ ഒരു സമയമുണ്ടല്ലോ നമുക്ക് വേണ്ടിയിട്ട്, അത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അനാവശ്യം പറയാനും നെഗറ്റീവ് ഇടാനാണെങ്കിൽ നമ്മൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഇപ്പം അങ്ങനെ നെഗറ്റീവ് ഇടുന്ന ആൾക്കാർക്ക് കൂടി നമ്മളെ നല്ല ഫോളോവേഴ്സ് അതാത് സമയങ്ങളിൽ റിപ്ലൈ കൊടുക്കലുണ്ട്. ഇപ്പം നിങ്ങളീ കാണുന്നതാണ് മലബാർ സ്റ്റീൽസ് ആൻഡ് പൈപ്പ്. നമ്മൾ കേരളത്തിലെ തിരുവനന്തപുരത്തേക്ക് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഇനി ബാംഗ്ലൂർ വരെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവിധ മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ആൾക്കാർ പറയും ഒരുപാട് ദൂരം കൂടുതലല്ലേന്ന്. ദൂരത്തിൻ്റെ കാര്യമല്ല. ഞങ്ങളൊരു ചെറിയ രീതിയിൽ തുടങ്ങണ സമയത്ത് ഈ കൺസെഷൻ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മുന്നേ ഞാൻ കൺസെഷൻ ചെയ്തപ്പോഴും ഇൻഡസ്ട്രിയൽ വർക്ക് എടുത്തപ്പോഴൊക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥാപനമാണ് ഇത്. ഇവർ മുന്നുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ ബൈപ്പാസിൻ്റെ അവിടെയായിരുന്നു. അതായത് നമ്മളെ മസാലേൻ്റെ തൊട്ടടുത്തായിരുന്നു ഇതിന് മുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ സ്ഥാപനം ഉള്ളത് മാനത്തമംഗലം പുന്നാകുറിച്ചി ബൈപ്പാസിൻ്റെ മിഡിലായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാപനം ഉള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാവില്ല, ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മളെ ബാലേട്ടനാട്ടോ. ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊരു ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു പൈസയ്ക്ക് നമുക്ക് ഈ വീടുകളൊക്കെ ചെയ്ത് കൊടുക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ 800 രൂപയിൽ സ്റ്റാർട്ട് ചെയ്താണെന്ന് നിങ്ങൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൻ്റെ ഒരു സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിലും ഇപ്പോഴും ഞങ്ങൾക്കതുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ ഇന്ന് പെരിന്തൽമണ്ണയിൽ ഇത്രയും വലിയൊരു വേറെ ഷോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നണില്ല ഉണ്ട് എന്നുള്ളത്. ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്തോട്ടോ, ഞാൻ നോക്കാം. ഞാനും പെരിന്തൽമണ്ണയിലുള്ളതല്ലേ. ഇതിപ്പോൾ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഈ കൺസ്ട്രക്ഷന് എന്തൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം എനിക്കിവിടെ കിട്ടും. സത്യം പറഞ്ഞാൽ സിമെൻറ്റ് വരെ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും ലോങ്ങിൽ സിമെൻറ്റ് കൊണ്ടുപോകൽ പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഫസ്റ്റ് ഞാൻ പോയ സമയത്ത് ബാംഗ്ലൂരിക്കൊക്കെ ഇവിടുന്ന് സിമെൻറ്റ് എടുത്തിട്ടാണ് പോയിരുന്നത് കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞങ്ങളന്ന് പോണ സമയത്തൊക്കെ വലിയ ലോറി വിളിച്ചിട്ടാണ് പോവുക. അപ്പോൾ അത്യാവശ്യം ഒരു 20 ടണ്ണിൻ്റെയൊക്കെ ലോറി വിളിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനം കൊണ്ടുപോകാമല്ലോ. ഞാൻ അവിടുന്ന് മേടിച്ചാലും ഇവിടുന്ന് മേടിച്ചാലും ഒക്കെ എനിക്ക് കണക്കാണ്. കാരണം നമ്മൾ GST അവിടെയും കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൊടുക്കണം. പിന്നെ ഇപ്പോൾ എന്താ, അപ്പോൾ ഈ GST ആക്കിക്കൊണ്ട് അങ്ങനെ ഓരോ ഗുണങ്ങളുണ്ട്. ഈ ഒരു സാധനം നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് മുൻകാലങ്ങളിൽ ഞാൻ സിമെൻറ്റ് കൊടുത്തായിരുന്നു. പിന്നെ നമ്മളെ പരിസര പ്രദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് ദൂരത്താകുമ്പോൾ സിമെൻറ്റ് എടുക്കാനായിട്ട് വരില്ല, നടക്കില്ല. അങ്ങനെ നമ്മളെ വണ്ടി എന്തായാലും ഫസ്റ്റ് ലോഡ് കയറ്റിയിട്ട് നമ്മളെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സൈറ്റിലൊരവസ്ഥ. വണ്ടി അതുവരെ വരുള്ളൂ.
ഓൾറെഡി നമ്മൾ എംസാൻ്റെ മെറ്റലും പുറത്ത് തട്ടി. ഇനി ഒരു ലോഡ് കോറി വേസ്റ്റ് ഇവിടെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അത് ലെവലാക്കിയാലും മുകളിലേക്ക് വണ്ടി കയറില്ല. തോമസ് ഏട്ടനും അമ്മ അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി കയറാണ്ട് എന്താണെന്ന് ആലോചിച്ച് നിൽക്കണം. നമുക്ക് ആദ്യം അറിയാം വണ്ടി കയറില്ല എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈറ്റിൽ നമുക്കൊരു ഷെഡ് കെട്ടണം. കാരണം നമുക്ക് സിമെൻറ്റ് അതേപോലെ ഞങ്ങളെ ടൂൾസുകൾ ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനും അത്യാവശ്യം കുക്കിങ്ങിനൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഷെഡ് കെട്ടണം. അതാണിപ്പം ഇനി നമ്മൾ ഫസ്റ്റായിട്ട് ഇന്നത്തെ ഒരു ദിവസം ചെയ്യാൻ പോണത്. പിന്നെ നമുക്ക് സൈറ്റിലൊരു ബാത്റൂമും കൂടി ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ ഇപ്പം നമ്മളെ ജയരാജനും ടീമുമാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും തോമസ് ഏട്ടൻ്റെ വീടിൻ്റെ മുകളിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ തോമസ് ഏട്ടൻ്റെ വീട് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ബാത്റൂം എന്തായാലും സൈറ്റിൽ അത്യാവശ്യമാണ്. കാരണം നമുക്ക് രാവിലെ സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം വയ്ക്കലും എല്ലാ സൈറ്റിൽ തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 9 മണി അല്ലെങ്കിൽ 10 മണിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ നമ്മൾ റൂമിലേക്ക് പോവുക. അപ്പോൾ അത്രയും നേരം നമുക്ക് ഇത് ദൂരത്തടക്കെയാണ് ടോയ്ലറ്റിൽ അങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈറ്റിൽ എന്തായാലും ഒരു ബാത്റൂം അത്യാവശ്യമാണ്. ബേസ്മെൻറ്റ് തോമസ് ഏട്ടൻ കരിങ്കല്ലിൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബെൽറ്റ് കെട്ടിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പുല്ലുകളുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് കണ്ടപ്പോൾ അവരെല്ലാം പറിച്ച് കളഞ്ഞ് ലെവൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട്. കാരണം പലതും പല അളവായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ലെവൽ ചെയ്തിട്ട് നമ്മൾ കോൺക്രീറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ കുക്ക് എന്തായാലും അമ്മുവാണ്. തുടക്കം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ മീൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് ഫുള്ള് മീൻ കറി മീൻ വറുത്തതുമാണ്. മീൻ നല്ല നെട്ടറാട്ടോ, നല്ല നെയ്യുള്ള നെട്ടർ, നല്ല ടേസ്റ്റുള്ള മീനാണ്. അതിൽ ജയരാജനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറി വയ്ക്കും. ഇപ്പോൾ സൂപ്പർവൈസറേക്കാളും കൂടുതൽ ഇപ്പോൾ നമ്മൾ സൈറ്റിലുണ്ടെന്നുണ്ടെങ്കിൽ ഓനോട് കറി വയ്ക്കാൻ പറയാം. സാധാരണ പണ്ട് ഞാനോ അല്ലെങ്കിൽ അമ്മയാണ് വെച്ചിരുന്നത്. ഇപ്പം എന്തായി കഴിഞ്ഞാലും മീൻ കറിയൊക്കെ വെച്ച് ഇലയിൽ ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു പൊളി വൈബാണ്. നന്നായിട്ട് പണിയെടുക്കണമെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കണം. അത് അവനാ വെച്ച് കഴിക്കുമ്പോഴാണ് ഒരുവിധം എല്ലാവരും വയറ് നിറയുള്ളൂ. മറ്റേന്ന് ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സുഖം ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഞാനാണെങ്കിലും മാക്സിമം നമ്മളെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതേപോലെ സൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഞാനും അമ്മും അവരൊപ്പം കൂടി കുക്ക് ചെയ്ത് ഞങ്ങളും അവിടെ നിന്ന് തന്നെയാണ് സാധാരണ കഴിക്കൽ. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ബാത്റൂം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു JCBയിൽ കുഴി എടുത്തിട്ട് 2 സിമെൻറ്റിൻ്റെ റിങ് ഇറക്കുകയാണ് ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു യൂസേജ് കഴിയുന്ന സമയത്ത് ഈ വീടിൻ്റെ ഡ്രെയിനേജ് നമ്മൾക്ക് അതിക്കാക്കിയിട്ട് മാറ്റും. പിന്നെ കക്കൂസിൻ്റെ ടാങ്ക് മാത്രം കെട്ടിയാൽ മതി. മറ്റേ വേസ്റ്റ് പൈപ്പ്, അതായത് ബാത്റൂമിലും ഇതിലൊക്കെ ഉള്ള വേസ്റ്റ് വെള്ളം നമുക്ക് നേരെ ഇതിലേക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഈ കുഴിയും ഈ സാധനങ്ങളൊന്നും വേസ്റ്റ് ആവില്ല. ഒരു ടീം അവിടെ നിലം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ 3 ആളും നമുക്ക് ഷെഡ് അടിക്കാനുള്ള പരിപാടി വയ്ക്കുക. അതായത് ഞാനും ജയരാജനും മോട്ടും. അപ്പോൾ ഞാനാണ് ഇപ്പോൾ അതിൻ്റെ മുകളിലിരിക്കണത്. കാരണം ഇപ്പോൾ ഏകദേശം പട്ടികടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടണം. മോട്ടെന്ന് ഞങ്ങൾ വിളിക്കണത് കേട്ടോ. അവൻ്റെ ശരിക്കുള്ള പേര് യാസിൻ എന്നാണ്. എൻ്റെ കൂടെ വർക്കിന് വരുമ്പോൾ 1.5 കൊല്ലമായി ഈ കമ്പനി തുടങ്ങിയപ്പോൾ മുതലുണ്ട്. വന്ന സമയത്ത് ഭയങ്കര തടിയായിരുന്നു. പിന്നെ നമ്മളെ ഷീറ്റ് പൊക്കലും ഇറക്കലൊക്കെ ആയിട്ട് ഓനൊന്ന് ശോഷിച്ചു. പക്ഷേ ഞങ്ങൾ പേര് ഇതുവരെ മാറ്റിയിട്ടില്ല. എപ്പോഴും ഓനെ മോട്ടു തന്നെ വിളിക്കുക. പിന്നെ ജയരാജനും ഞാനും ഒരേ നാട്ടുകാരാണ്. ഞങ്ങളൊപ്പം കളിച്ചു വളർന്ന് നടന്നിരുന്ന ആൾക്കാരാണ്. ഓനും എന്നെ പോലെ കുറേ കാലം പ്രവാസ ജീവിതം നയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്ന് നാട്ടിൽ കോൺട്രാക്ടറായിരുന്നു. പിന്നെ ഞാൻ ആദ്യം ഇവിടെ നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്യണ കാലത്ത് ഓൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴും ബാക്കിയുള്ള വർക്കുകളുടെ കാര്യങ്ങളൊക്കെ ഓനാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നെ ഞാൻ പോയതിന് ശേഷം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് ഈ ഒരു പുതിയ മോഡലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നിർത്തി ഓൻ എൻ്റെ കൂടെയാണ്. ഓൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പോൾ നമ്മളെ അതാത് സൈറ്റിലെ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ധനേഷ്, മണി, ശ്രീകാന്ത്, അങ്ങനെ ഓൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും എൻ്റെ ഓരോ സൈറ്റിലെ സൂപ്പർവൈസറായിട്ടാണ് ഇപ്പോൾ അവരെല്ലാവരും വർക്ക് ചെയ്യണത്. ഇൻഡസ്ട്രിയൽ പണിയിലെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ടാസ്ക് പിടിച്ച പണിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പരന്ന ചെറിയൊരു ഷെഡ് ആയതുകൊണ്ട് ഒരുവിധം നിൽക്കാൻ സുഖമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോഴത്തെ ഈ മഴയുടെ സമയത്തൊക്കെ ഈ ഒരു ഷീറ്റ് മെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റിസ്ക് പിടിച്ചിട്ടുള്ള പരിപാടി. അതും ഇത് നമ്മൾ വളരെ ലൈറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. കാരണം നമ്മളെ പർപ്പസ് അത്രയേ ഉള്ളൂ. നമ്മളെ ടൂൾസും സിമെൻറ്റും നനയണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ വീടിനൊന്നും ചെയ്യണ പോലെ അത്ര നല്ല ഷീറ്റോ അല്ല അതിൻ്റെ മുകളിൽ ഇട്ടിരിക്കണത്. ഏറ്റവും കനം കമ്മിയായിട്ടുള്ള ഷീറ്റാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ മുകളിൽ കയറിയത്. കാരണം മാക്സിമം പട്ടികയമ ചവിട്ടി ഷീറ്റ് ബെൻഡാക്കാണ്ട് അടിച്ച് എങ്ങനെയും ഇറങ്ങി പോരാന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ ദിവസം വർക്ക് തുടങ്ങുന്ന സമയത്ത് ഒരു ടാർഗറ്റ് ഞാൻ മനസ്സിൽ വിചാരിക്കും. ചിലപ്പോൾ അത് ഫുള്ളായിട്ടൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. കാരണം മഴ പെയ്യും, കറണ്ട് പോകും, അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ടാവും. എന്നാലും മിനിമം ഒരു 2 ദിവസത്തേക്കുള്ള പ്ലാനിലും നമ്മൾ ഒരു ദിവസം കാണണം. അപ്പോഴേ ഉള്ളൂ നമുക്കൊരു പകുതി തീരുമ്പോൾ ഓക്കെ
വർക്ക് നടന്നു എന്നുള്ളത് തോന്നുക. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിതൊന്നും നടക്കില്ല എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ഞാനിത് തുടങ്ങുമ്പോൾ ഞാനൊരു 10-11 മണിക്കാണ് ഈ ഷെഡ് കെട്ടാൻ തുടങ്ങിയത്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാനത് വൈകുന്നേരം ഒരു 9 മണിയാകുമ്പോഴേക്ക് നിർത്തുന്ന സമയമാകുമ്പോഴേക്ക് ഈ ഒരു ഷെഡിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്ന്. ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർ അവിടെ നിലം കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഞങ്ങൾ പോരാൻ സമയമാകുമ്പോഴേക്ക് തന്നെ ഈ ഷെഡ് ഫുള്ള് മേഞ്ഞ് അതിൻ്റെ സൈഡ് മൊത്തം ഞങ്ങൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഷെഡ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ, 14 അടീൻ്റെ 8 ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 8.5 മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ നമുക്ക് ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കുഴിയിലേക്ക് ആ സ്ലാബും കൂടി ഇറക്കി വെക്കണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ, കാരണം വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നല്ലേ. ഞാനിപ്പോഴും നമ്മളെ വർക്കേഴ്സിനോട് വർക്ക് പറയുന്ന സമയത്ത് ഇതേപോലെ തന്നെ കേട്ടോ പറയുക. അതായത് നമ്മളെ മനസ്സിലുള്ള പ്ലാനുകളൊക്കെ പറയും, അതൊക്കെ അവർ ചെയ്തോളണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ അവർക്ക് കൊണ്ട് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്കറിയാം ഏകദേശം അവരൊക്കെ കൊണ്ട് എത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നമ്മൾ മുൻകൂട്ടി പറഞ്ഞേക്കണം. കാരണം ഞാൻ എപ്പോഴും എല്ലാ സൈറ്റിലും ഒരേപോലെ നിന്നു എന്ന് വരില്ലല്ലോ, നമ്മൾ അടുത്ത സൈറ്റിലേക്ക് പോകും. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ പറയണത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് ഇന്ന് ചെയ്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നാളെ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ സൈറ്റിലും നമ്മൾ രാവിലെ നീച്ചിട്ട് എല്ലാതും അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമല്ല. നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് ഇത്ര സമയം വരെയൊക്കെ എടുക്കൊണ്ടോ നമ്മളെ ഈ ഒരു കൺസ്ട്രക്ഷൻ, അതായത് 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ പറയലില്ലേ, 25 ദിവസം കൊണ്ട് ചുമര് തീർക്കും, 1 മാസം കൊണ്ട് മെയിൻ സ്ലാബ് ചെയ്യാന്നൊക്കെ പറയണത്. ഇതേപോലെ രാവും പകലും സൈറ്റിൽ നിന്ന് പണി എടുക്കൊണ്ടാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും പറ്റില്ല. അപ്പോൾ രാവിലെ ഒരു 8:30 തുടങ്ങി വൈകുന്നേരം 5 മണിക്ക് ജോലി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ പരിപാടി ഒരിക്കലും ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല കേട്ടോ. പിന്നെ പണിയെടുക്കാനൊരു മനസ്സും കുറച്ച് ഉത്തരവാദിത്തമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തും കൂട്ടിയാൽ കൂടും, ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ വിചാരിച്ച സമയമാകുമ്പോഴേക്ക് ഞാൻ വിചാരിച്ച പോലെയൊക്കെ തീർന്നിട്ടുണ്ട്. ഞങ്ങൾ 3 പാടെ ഞങ്ങൾ ഷെഡിൻ്റെ വർക്കും തീർത്തു. അവരെ കോൺക്രീറ്റ് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു, താഴത്തുനിന്ന് സാധനങ്ങളൊക്കെ ഏറ്റിക്കൊണ്ടാണ്. അപ്പോൾ ജയരാജന് ഞങ്ങളിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇനി മാക്സിമം ഈ വീടിൻ്റെ എല്ലാ വീഡിയോസും ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അപ്ഡേഷൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഫുൾ വർക്ക് കാണാനുള്ള ഒരു അവസരം കൂടി ആവും അത്.